വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബന്ദിപ്പൂർക്ക് പോണ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടത്. ഇപ്പോൾ പോകുന്ന വഴിയിൽ ഫുഡൊക്കെ കഴിക്കാനും നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വയനാട് സുൽത്താൻ ബത്തേരി എത്തിയിട്ട് ഒരു റൂം എടുത്തിട്ട് സ്റ്റേ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേന്ന് രാവിലെ എണീറ്റ് ഫ്രഷായി ബന്ദിപ്പൂർ ടൈഗർ റിസർവ്ക്ക് പോവുകയാണ്. അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടൈഗർ റിസർവിൽ സഫാരിക്ക് വേണ്ടിയിട്ട്. അവിടെ ഒരു 1.5 hours നമുക്ക് ട്രാവൽ ഉണ്ടായിരുന്നു അവരുടെ ബസ്സിൽ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട് ടൈഗർ റിസർവിൽ. ഇനിയിപ്പോൾ ഇതാ അവരുടെ ഒരു ബസ്സുണ്ട്, ഓഫ് റോഡിൽ പോകുന്ന ഈ ഒരു ബസ്സിലാണ് ആ ട്രാവൽ സഫാരി വരുന്നത്. 1.5 മണിക്കൂറാണ് അവരുടെ സഫാരീൻ്റെ ടൈം വരുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ ടൈഗറിനൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രതീക്ഷിച്ച് അങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോവാണ് സഫാരിയിൽ കേട്ടോ. Most dangerous animals only elephants. In our Asiatic elephants only males have a tusk, females doesn't have a tusk, but African elephants are to maximum. And one of the longest pregnancy time in mammals family, elephants pregnancy time 22 months, and lifespan also up to 70 to 80 years wildlife, and very good to memory power, communication skill also very good. സഫാരിയുടെ ബസ്സിൽ അവരുടെ ഒരു ട്രാവൽ ഗൈഡും ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളുടെ സഫാരി ഒരു പകുതിയൊക്കെ ആയപ്പോഴേക്കും കുറേ മയിലുകളൊക്കെ കാണാൻ പറ്റിയിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കണ, ധൈര്യത്തോടെ ഇങ്ങനെ നടക്കണ മയിലുകളൊക്കെ ഇപ്പോഴാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. പിന്നെ ഞങ്ങൾ ടൈഗറിനെയൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് അങ്ങനെ പ്രതീക്ഷിച്ച് അങ്ങനെ ട്രാവൽ ചെയ്തു. പക്ഷേ നമുക്ക് ടൈഗറിനെ ഒന്നും കാണാൻ സാധിച്ചില്ല. അങ്ങനെ തന്നെ ഞങ്ങളുടെ സഫാരി ഒക്കെ കഴിഞ്ഞ് ഗുണ്ടൽപേട്ടക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് ആനകളൊക്കെ റോഡ് സൈഡിൽ കണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു മൈസൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. ആ ഒരു വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ പോകുന്ന വഴിയിൽ ഒരുപാട് സൺഫ്ലവറിൻ്റെയും മല്ലികേൻ്റെയൊക്കെ തോട്ടങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഇതാ ഞങ്ങൾ സൺഫ്ലവറിൻ്റെയും മല്ലികേൻ്റെയൊക്കെ തോട്ടത്തിലൊക്കെ ഇറങ്ങി ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടാൽ സൂര്യൻ ഉദിച്ച് നിൽക്കണ പോലെ, ഒരുപാട് സൂര്യനുകൾ ഉദിച്ച് നിൽക്കണ പോലെ നമുക്ക് തോന്നിട്ട്. ഇതാണ് കേട്ടോ ഇക്കാൻ്റെ ഫ്രണ്ടും വൈഫും. മല്ലികേൻ്റെ തോട്ടവും അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ ഒരു വൈബ്.